യുവാവിന്റെ സ്രവ സാമ്പിൾ ഉൾപ്പെടെ വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്നു. രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മലപ്പുറം ഒതായി സ്വദേശിക്ക് കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ഒതായി സ്വദേശിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സമ്പർക്ക പട്ടികയിൽ അധികം ആളുകൾ ഇല്ല എങ്കിൽ കൂടിയും ഇപ്പോൾ അഷ്കർ അലി കരിമ്പ് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ ഒരു ജാഗ്രത നിലനിർത്തേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ? ഒരാഴ്ച മുമ്പ് ദുബായിൽ നിന്നും മലപ്പുറത്തേക്ക് എത്തിയ മലപ്പുറം എടവണ്ണ ഒതായ സ്വദേശിയായിട്ടുള്ള 38 വയസ്സുകാരൻ ഇപ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഇയാൾക്ക് രോഗലക്ഷണങ്ങൾ സംശയിച്ച ഘട്ടത്തിൽ തന്നെ ഇയാളുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരൊക്കെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരുന്നു. ഈ 38 വയസ്സുകാരനുമായി വലിയ തോതിൽ സമ്പർക്കമുണ്ടായ ആളുകൾക്ക് തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരവെയാണ് 38 വയസ്സുകാരൻ ഇപ്പോൾ എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിങ്കളാഴ്ച ഇയാൾ ഇത്തരത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഒപിയിൽ തനിക്ക് ലക്ഷണങ്ങളോടുകൂടി ഇല്ലെങ്കിൽ എംപോക്സ് ലക്ഷണങ്ങളോടുകൂടി ചികിത്സ തേടാൻ എത്തുന്നത്. ഇയാളുടെ ശരീരത്തിൽ വലിയ തോതിൽ തടുപ്പുകൾ അനുഭവപ്പെടുകയും അതുപോലെ തന്നെ കറുത്ത പനിയും അനുഭവപ്പെട്ടിരുന്നു. എംപോക്സ് സംശയിച്ചതോടെയാണ് ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയും പിന്നീട് ഏത് ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട എംപോക്സ് ആണെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും സ്രവം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് അല്പസമയം മുമ്പ് എംപോക്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയത്. നിലവിൽ കുടുംബാംഗങ്ങളുമായൊക്കെ തന്നെ യുവാവ് വലിയ തോതിൽ അകലം പാലിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പകർച്ചയ്ക്കുള്ള സാധ്യത കുറവാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്ക വേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ജില്ലാ ആരോഗ്യവകുപ്പും വ്യക്തമാക്കുന്നത്. വിദേശത്തിന് എത്തിയ ശേഷം തന്നെ ഇയാൾക്ക് ഇത്തരത്തിൽ രോഗം സംശയിക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായും രോഗം സംശയിച്ച സാഹചര്യത്തിൽ അയാൾ തന്നെ വലിയ തോതിൽ ഒരു സെൽഫ് ക്വാറന്റൈൻ പാലിച്ചിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഇത്തരത്തിൽ വീട്ടിലുള്ള ആളുകളുമായി പോലും ഇയാൾ വലിയ തോതിൽ അകലം പാലിച്ചിരുന്നു. മാത്രമല്ല ശുചിമുറി ഉപയോഗിക്കുന്നതിൽ പോലും അകലം പാലിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന രീതിയിലായിരുന്നു യുവാവ് കഴിഞ്ഞ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ വലുതോതിൽ ഒരു പകർച്ചയാവുന്ന രീതിയിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവാവുമായി ചികിത്സയുടെ ഘട്ടത്തിലും യുവാവുമായി യാത്രയുടെ ഘട്ടത്തിലും ഒക്കെ ഇടപഴകിയ ആളുകളുമായൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരൊക്കെ ക്വാറന്റൈൻ ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും രോഗം പകരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടികളും ആരോഗ്യവകുപ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒരു ആശങ്ക വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് മലപ്പുറം ജില്ലാ ഭരണകൂടം നിലനിൽക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ നിപ്പയുടെ ഭാഗമായി ജില്ലയിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. നിപ്പ സ്ഥിരീകരിച്ചതിന്റെ കുറച്ച് അകലെയുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ എംപോക്സ് കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ വിദേശത്ത് നിന്ന് എത്തിയാളായതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് ഇതിന്റെ രോഗം ഉറവിടം എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരമൊരു നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പും ഉള്ളത്. നേരത്തെ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിലായി വലിയ തോതിൽ ഒരു വ്യാപനം ഈ എംപോക്സുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ തന്നെ UN അടക്കം ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തും അതീവ ജാഗ്രത തുടരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശിയായ ഒരാൾക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുമായി എത്തുന്ന ആളെ പ്രത്യേകിച്ച് നിരീക്ഷണത്തിലേക്ക് മാറ്റാൻ സംസ്ഥാനം ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ ചിക്കൻ ബോക്സിന് സമാനമായ രോഗലക്ഷണങ്ങളുമായി എത്തിയ യുവാവിനെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റിയത്. തിങ്കളാഴ്ച ആശുപത്രിയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ യുവാവിനെ പിന്നീട് സ്രവ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള വൈറോളജി ലാബിലാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പിന്നീട് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷന് വേണ്ടി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ശ്രമം പരിശോധനയ്ക്ക് അയച്ചു. അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വകഭേദം. അതുപോലെ ഈ നിരീക്ഷണത്തിൽ തുടരുന്ന ഇയാളുമായി അടുത്ത് അധികം ആളുകളില്ല എന്ന് പറയുമ്പോഴും ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും ഈ രോഗലക്ഷണങ്ങളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ മറ്റൊരാൾക്കും രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇയാൾ വിദേശത്ത് നിന്ന് എത്തിയ ദിവസം മുതൽ തന്നെ അത്തരത്തിൽ ഒരു സെൽഫ് ക്വാറന്റൈൻ പാലിച്ചിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ബന്ധുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഇയാൾ കൃത്യമായ അകലം പാലിച്ചിരുന്നു. ശുചിമുറി ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ വീട്ടിൽ താമസിക്കുമ്പോഴെല്ലാം തന്നെ ഇത്തരത്തിൽ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇയാൾ റൂമിൽ കഴിഞ്ഞിരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കും ഇതുവരെ ഒരു ജാഗ്രത
ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് കുടുംബാംഗങ്ങളടക്കം ഇപ്പോൾ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ആർക്കും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുകയോ മറ്റും ഒന്നും ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ജാഗ്രതയുടെ ഭാഗമായി ആർക്കെങ്കിലും വിധത്തിൽ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അവരുടെ ശ്രമവും പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അഷ്കർ, മറ്റൊരു കാര്യം, ഇയാൾക്കൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്തവരെ കുറിച്ചാണ്. അവരെയൊക്കെ കേന്ദ്രീകരിച്ച് കൃത്യമായ ക്വാറന്റൈൻ സംവിധാനം, അവരെയൊക്കെ ട്രേസ് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇനി കടക്കേണ്ടതല്ലേ? ഈ വിദേശത്തു നിന്നും ഇയാൾ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടത് മുതൽ ഒപ്പമുള്ള ആളുകൾ, അതുപോലെ തന്നെ വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള ഒപ്പം ഇയാളുമായി സമ്പർക്കം പുലർത്തിയവർ, വീട്ടിനകത്തും അതുപോലെ തന്നെ വീടിന് പുറത്തിറങ്ങിയപ്പോഴൊക്കെ സമ്പർക്കം പുലർത്തിയ മുഴുവൻ ആളുകളെയും കോൺടാക്ട് ട്രേസ് ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ എംപോക്സിന്റെ ലക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ജില്ലാ ആരോഗ്യവകുപ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇയാളുമായി സമ്പർക്കം പുലർത്തിയ ആളുകളെ മുഴുവൻ കോൺടാക്ട് ട്രേസ് നടത്തി അവരുടെ ലിസ്റ്റ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾക്ക് എംപോക്സ് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റേണ്ട സംവിധാനങ്ങൾക്കും അതിന്റെ നടപടിക്രമങ്ങൾക്കും ആദ്യം തന്നെ ആരോഗ്യവകുപ്പ് നേതൃത്വം നൽകിയിരുന്നു.